ചോദ്യം ചരിത്രത്തെ വികലമാക്കി 4ാം ക്ലാസ്സിലെ പാഠഭാഗം. ജാർഖണ്ഡിന്റെ പേരില്ലാതെയാണ് ഭാരതത്തിന്റെ ഭൂപടം പാഠഭാഗത്തിലുള്ളത്. വല്ലഭായ് പട്ടേലിന് പകരം വല്ലഭായ് പട്ടേൽ എന്നുകൂടിയുണ്ട് പുസ്തകത്തിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷയായ ആദ്യ വനിതയും ആദ്യ ഭാരതീയ വനിതയും തമ്മിലുള്ള ആശയക്കുഴപ്പം കൂടി ആ പാഠപുസ്തകത്തിലുണ്ട്. പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് അപ്രകാരമാണ്. എന്തായാലും പ്രജിത് മോഹനൻ കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രജിത്ത്, ഒരു വളരെ കൗതുകകരമാണ്. കാരണം സംസ്ഥാനത്തെ ഒരു പാഠപുസ്തകത്തിലാണ് ഇത്തരം ചില ആശയക്കുഴപ്പങ്ങൾ, വസ്തുതാപരമായിട്ടുള്ള തെറ്റുകൾ, അക്ഷരത്തെറ്റുകൾ, ഒരു സംസ്ഥാനത്തിൻ്റെ പേര് തന്നെ ഭാരതത്തിൻ്റെ ഭൂപടത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിലുള്ള വലിയ പിശകുകൾ കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. 4ാം ക്ലാസ്സിലെ പാഠപുസ്തകമാണ്, നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ട പുസ്തകമാണ്. അതിലാണ് ഈ 4ാം ക്ലാസ്സിലെ 2ാം പുസ്തകത്തിലാണ് ഇത്തരമൊരു പിഴവ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് കൃത്യമായി കാണാം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം 4ാം ക്ലാസ്സിലെ പരിസര പഠന പുസ്തകത്തിൽ ഭാരതത്തിലെ ഒരു സംസ്ഥാനത്തിൻ്റെ പേര്, ജാർഖണ്ഡിൻ്റെ പേര് മാത്രം ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. മറ്റ് സംസ്ഥാനങ്ങളുടെ എല്ലാം പേര് കൊടുത്തിരിക്കുമ്പോൾ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനത്തിൻ്റെ പേര് മാത്രമാണ് അതിൻ്റെ ഭൂപടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ആ സംസ്ഥാനത്തിൻ്റെ പേര് ഒഴിവാക്കിയിരിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൂടുതൽ ഗുരുതരമായിട്ടുള്ള പിശകുകളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായിട്ടുള്ള ആദ്യ വനിതയാരെന്ന ചോദ്യവും ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ആ ചോദ്യം ഞാനൊന്ന് വായിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ആദ്യ വനിത, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ടു. ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും ഈ ഉത്തരം തോന്നും, അല്ലെങ്കിൽ ഇത് കാര്യമായി ഇതിനെപ്പറ്റി ചരിത്രം അറിയാത്ത ആളുകൾക്ക് തോന്നും സരോജിനി നായിഡുവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ സരോജിനി നായിഡു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാകുന്ന, അധ്യക്ഷയാകുന്ന ആദ്യ ഭാരതീയ വനിതയാണ്. ആനി ബസൻ്റാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയാകുന്ന ആദ്യ വനിത എന്നുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരാശയക്കുഴപ്പം കുട്ടികൾക്ക് തോന്നുന്ന വിധത്തിലാണ് ഈ ചോദ്യം തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഒന്നെങ്കിൽ ആനി ബസന്റിനെ പൂർണ്ണമായും ഈ ചോദ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഉത്തരത്തിൽ നിന്ന് ഒഴിവാക്കുന്ന രീതിയിലായിരിക്കും ഇത് വരുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആദ്യ വനിതയും ആദ്യ ഭാരതീയ വനിതയും തമ്മിലുള്ളൊരു തെറ്റാണ് ആ ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്നുള്ളത് ഈ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നേതാജി എന്ന് വിളിക്കപ്പെടുന്നു എന്നുള്ളതാണ്. എല്ലാവർക്കും ആദ്യഘട്ടത്തിൽ തന്നെ തോന്നും അത് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചുള്ള ചോദ്യമാണല്ലോ എന്നുള്ളത്. പക്ഷേ അതിലൊരു വസ്തുതാപരമായിട്ടുള്ള പിശക് എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അല്ല, പകരം മേജർ മോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു സൈനികനാണ് 1942 ഈ പറയുന്ന രീതിയിൽ INA രൂപീകരിക്കുന്നതും അതിനുശേഷം 1943 നേതാജി അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരുന്നതും INA പൂർണ്ണമായും പുനഃക്രമീകരിച്ച് പുനഃസംഘടിപ്പിച്ച് കൂടുതൽ ശക്തമാക്കിയിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമാക്കി, ഒരു സൈനിക സംവിധാനമാക്കി മാറ്റിയെടുക്കുന്നത് എന്നുള്ളതാണ്. കാരണം നേതാജിയുടെ സംഭാവനകൾ ആർക്കും ഒരിക്കലും ഭാരതീയനായുള്ള ആരും വിസ്മരിക്കില്ല. പക്ഷേ മോഹൻ സിംഗിനെ പോലെ അത്രയധികം അറിഞ്ഞുകൂടാത്ത ചില സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേരുകൾ കൂടി ആ ചരിത്രത്തോടൊപ്പം നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളാണ് ഇത്തരം തെറ്റായ ചോദ്യങ്ങളിലൂടെ ഒഴിവാക്കപ്പെടുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വല്ലഭഭായ് പട്ടേൽ എന്ന പേര്, അത് വല്ലഭായ് പട്ടേൽ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ചിലർ എഴുതി പോകുന്നത് പോലെയുള്ള മിസ്റ്റേക്കുകളാണ് ഈ പാഠപുസ്തകത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം. കാരണം വല്ലഭഭായ് പട്ടേൽ എന്ന് പറയേണ്ടടുത്ത് വല്ലഭായ് പട്ടേൽ എന്ന് വന്നിരിക്കുന്നു. അങ്ങനെ നിരവധി പിഴവുകളാണ് ഈ പാഠപുസ്തകത്തിൽ വന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ചിട്ടുള്ള പലവിധ വിമർശനങ്ങൾ അധ്യാപക സമൂഹത്തിൽ നിന്നൊക്കെ ഉയർന്നു വന്നു കഴിഞ്ഞു. കാരണം പാഠപുസ്തകങ്ങൾ തയ്യാറാക്കേണ്ടത് വളരെ കൃത്യമായ ഗവേഷണത്തിൻ്റെയും മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം. അപ്പോഴാണ് സാധാരണ PSC ഉദ്യോഗാർത്ഥികൾക്ക് പോലും അല്ലെങ്കിൽ PSC ഉദ്യോഗാർത്ഥികൾ പോലും അറിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പോലും പഠിക്കാനുള്ള ചില വിഷയങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യാപകമായ പിഴവുകൾ പാഠപുസ്തകത്തിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പൊക്കെ കൃത്യമായ മറുപടി നൽകേണ്ടിയിരിക്കുന്നു. കൃത്യസമയത്ത് പാഠപുസ്തകം വിതരണം ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ പുസ്തകത്തിലുള്ള വസ്തുതാപരമായിട്ടുള്ള വലിയ പിശകുകൾ, വലിയ തെറ്റുകളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരുത്തുകയും കുട്ടികളിൽ ശരിയായിട്ടുള്ള അറിവുകൾ എത്തുകയും ചെയ്യേണ്ടത് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ചർച്ച ചെയ്തതാണ് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തിൽ രാഷ്ട്രീയ വിഷയങ്ങൾ, അന്നത്തെ ദൈനംദിന രാഷ്ട്രീയ വിഷയങ്ങൾ ഉൾപ്പെടുത്താനൊക്കെ തിടുക്കം കാണിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇത്തരം വിഷയങ്ങൾ പരിശോധിക്കാനും അതിലെ തെറ്റുകൾ തിരുത്താനും വസ്തുതാപരമായിട്ടുള്ള പിഴവുകൾ നീക്കാനും ഇടപെടുന്നില്ലേ അല്ലെങ്കിൽ അവരൊന്നും ഇത്തരം കാര്യങ്ങൾ കാണുന്നില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ ഒരു സംസ്ഥാനത്തിൻ്റെ പേര് വന്നതൊരു അച്ചടി പിശകോ അല്ലെങ്കിൽ ഒരു പേരിലൊരു മിസ്റ്റേക്ക് വന്നൊരു അച്ചടി പിശകോ ആയി നമുക്ക് കാണാം. പക്ഷേ വസ്തുതാപരമായി നിലനിൽക്കുന്ന വലിയ വിഷയങ്ങൾ, ചിലരുടെ സംഭാവനകൾ തന്നെ ഒഴിവാക്കപ്പെടുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകുന്നത് അത് ചരിത്രത്തെ സംബന്ധിച്ചിടത്താകുമ്പോൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. എന്തായാലും അധ്യാപക സമൂഹത്തിനിടയിൽ നിന്ന് തന്നെ വലിയ വിമർശനം ഈ വിഷയങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്.